ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിന്ന് ഗുരുവായൂർ നിൽക്കുവാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ അമ്പലത്തിൽ പോകാനൊക്കെ ഒറ്റയ്ക്ക് വരുന്നത്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന്. ആദ്യം ഗോവയൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ബഡ്ജറ്റൊന്നും സെറ്റ് അല്ലാത്തതുകൊണ്ട് അതൊക്കെ അന്നേ വിട്ടു. പിന്നെ പെട്ടെന്നാണ് ഗുരുവായൂർ പോകാൻ തോന്നിയത്. അങ്ങനെ ഇന്നലെ രാത്രി 10:30 ആയപ്പോൾ ഗുരുവായൂർ എത്തി. പിന്നെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലൊക്കെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ പോണത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു. ഭാഗ്യത്തിന് അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ മഴ തോർന്നു നിൽക്കുക. ഗൈസ്, ഇതായിരുന്നു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ. നല്ല മഴ പെയ്ത് തണുത്ത് കിടക്കുന്ന അന്തരീക്ഷമായിരുന്നു. കൂടാത്തേനും വെളുപ്പിനായതുകൊണ്ട് നല്ല പീസ്ഫുൾ ഫീലും. ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ നല്ല പ്രായമുള്ള ഒരു അമ്മയായിരുന്നു മുല്ലപ്പൂ വിൽക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വാങ്ങാൻ തോന്നി. കാരണം ഈ പ്രായത്തിലും ഇത്രയും രാവിലെ മഴയും തണുപ്പുമൊക്കെ ഉണ്ടായിട്ടും അവർ അവരുടെ ജോലി ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഒത്തിരി ബഹുമാനവും സ്നേഹവും തോന്നി. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ ആ മുല്ലപ്പൂവൊക്കെ വെച്ച് നേരെ അമ്പലത്തിലേക്ക് പോയി. ഗൈസ്, ദേ ഈ വഴിയിലൂടെ നടന്നാണ് നമ്മൾ അമ്പലത്തിൽ പോയത്. നല്ല ഇരുട്ടായിരുന്നു. കൂടാത്തേന് അധികം ആളുകളും ഇല്ലായിരുന്നു. സത്യത്തിൽ ഈ ഒരു സമയത്ത് ഈ വഴിയിലൂടെ നടന്നപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് ആയിരുന്നു. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഒക്കെ താനേ വരും. അങ്ങനെ നടന്ന് അമ്പല കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞ് ആദ്യം തന്നെ ഫോണും ബാഗും എല്ലാം കൊണ്ട് ക്ലോക്ക് റൂമിലാണ് വെച്ചത്. അത് കഴിഞ്ഞ് നേരെ വന്ന് അമ്പലത്തിനുള്ളിൽ കയറാനുള്ള ക്യൂവിൽ നിന്നു. ഏകദേശം ഒരു 4.5 മണിക്കൂറാണ് ഈ ക്യൂവിൽ ഞാൻ നിന്നത്. 4:30 മുതൽ 8 മണി വരെ ആ ക്യൂവിൽ നിന്നിട്ടാണ് കൃഷ്ണനെ കണ്ട് ഇറങ്ങാൻ പറ്റിയത്. ആദ്യത്തെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ടയേർഡായി. എന്തായാലും കൃഷ്ണനെ കാണാൻ പറ്റി. പിന്നെ ഗൈസ്, ഞാൻ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ പൈസ ഇട്ടപ്പോഴാണ് എനിക്ക് ചന്ദനം കിട്ടിയത്. എനിക്ക് ശേഷം ഒരു കുട്ടിയും വന്ന് കൈനീട്ടി ചന്ദനം വാങ്ങിക്കാൻ. പക്ഷെ അവന് കൊടുത്തില്ല. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ബൈ ദ വേ, ഇത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചതുപോലെയാണോ അതോ ഞാൻ തെറ്റായി വല്ലതും മനസ്സിലാക്കിയതാണോ? ഗുരുവായൂർ അമ്പലത്തിൽ റെഗുലറായി പോകുന്നവരുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. പിന്നെ അവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ഏതോ കലാക്ഷേത്രത്തിലെ പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പരിപാടിയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ രാവിലെ ആ ക്യൂവിൽ നിന്നപ്പോഴേ എനിക്ക് നല്ല വിശപ്പ് തോന്നിയായിരുന്നു. അങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഗൈസ്, ഇന്ന് പോകുന്നിടം ഫുള്ള് തിരക്കായിരുന്നു. ഇവിടെയും കുറേ നേരം നിന്നിട്ടാണ് ഇരിക്കാനുള്ള സീറ്റ് വരെ കിട്ടിയത്. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇഡലി ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇഡലിയുടെ കൂടെ ചമ്മന്തി സാമ്പാറും ഉണ്ടായിരുന്നു. വിശന്നിരുന്നോണ്ടാണോ എന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അമ്പലത്തിനു ചുറ്റും ഒന്ന് കറങ്ങി നടന്നു. സത്യം പറഞ്ഞാൽ ഇത് നൈസായിരുന്നു. ഒറ്റയ്ക്ക് പോയതിൻ്റെ ഫീൽ മനസ്സിലായത് ഇപ്പോഴാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലക്കുളത്തിലേക്ക് നോക്കിയപ്പോഴാണ് കൃഷ്ണൻ ഇങ്ങനെ മഴയത്ത് നിൽക്കുന്നത് പോലെ തോന്നിയത്. ഇത് കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ മഴയൊക്കെ കണ്ടു നിന്നു. പിന്നെ ഇത് മഴ തോരാനുള്ള ഒരു വെയിറ്റിംഗ് കൂടിയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ കുടയില്ല. എത്ര നിന്നിട്ടും മഴ തോരുമെന്ന് തോന്നിയില്ല. പിന്നെ മഴ നനഞ്ഞാണ് റൂമിൽ പോയത്. ഗൈസ്, ഈ കാണുന്ന വെള്ള ബിൽഡിംഗാണ് ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടൽ. നിങ്ങൾക്ക് കാണാമോന്ന് എനിക്കറിയത്തില്ല. അവിടെ കുട പിടിച്ചിരിക്കുന്ന ഒരു അമ്മയെ കണ്ടോ? ഈ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ രാവിലെ മുല്ലപ്പൂ വാങ്ങിച്ചത്. ഇപ്പോഴാണെങ്കിൽ നല്ല മഴയുണ്ട്. ഈ മഴയത്തും അവരവിടെ ഇരിക്കുവാണ്. സത്യം പറഞ്ഞാൽ പാവം തോന്നി. അങ്ങനെ നടന്ന് റൂം എത്തി. പിന്നെ മഴയായതുകൊണ്ട് എങ്ങോട്ടും പോവാൻ ഇറങ്ങിയില്ല. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ദൈവം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സോളോ അമ്പലം ട്രിപ്പ് സക്സസ്ഫുള്ളായി. പിന്നെ ഞാൻ കുറച്ച് കിടന്നുറങ്ങിയായിരുന്നു. എഴുന്നേറ്റപ്പോൾ ചെക്കൗട്ട് ടൈമുമായി. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച് റെഡിയായി. പിന്നെ ഗൈസ്, ഈ കാണുന്ന ചെറിയൊരു സ്പേസ് ആയിരുന്നു നമ്മുടെ റൂം.
അങ്ങനെ ഞാൻ ചെക്കൗട്ടൊക്കെ ചെയ്ത് 12:30 ആയപ്പോൾ ഇറങ്ങി. പിന്നെ എൻ്റെ ട്രെയിൻ 1:30-ക്കായിരുന്നു. അതുകൊണ്ട് ലേറ്റ് ആക്കാൻ നിന്നില്ല. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടിപൊളി വെയിലുമായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത്. പിന്നെ ഗൈസ് ഇതെനിക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയായിരുന്നു. ട്രാവൽ എക്സ്പെൻസ് ഫുഡ് എല്ലാം കൂടെ ചേർത്ത് ഒരു 300 ആയിട്ടേ ഉള്ളൂ. പിന്നെ സ്റ്റേയ്ക്ക് അറൗണ്ട് 1000 അടുപ്പിച്ചായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒറ്റയ്ക്ക് പോയത് നല്ലൊരു എക്സ്പീരിയൻസുമായിരുന്നു. നമുക്ക് കുറച്ച് കോൺഫിഡൻസും കിട്ടും. അതുപോലെ തന്നെ ആ 4 മണിക്കൂറത്തെ ക്യൂവിൽ നിന്നും നല്ല പേഷ്യൻസും പഠിച്ചു. അങ്ങനെ ഗൈസ് നമ്മുടെ ഈ ചെറിയൊരു സോളോ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. പിന്നെ എൻ്റെ നെക്സ്റ്റ് യാത്ര എവിടേക്ക് വേണമെന്ന് കൂടി സജസ്റ്റ് ചെയ്യൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.